അമേരിക്കയിലെ ഏരിയ 51 എന്ന അതീവ സുരക്ഷാ കേന്ദ്രം. ഹെക്ടറുകളോളം പരന്നു കിടക്കുന്ന ഈ രഹസ്യ കേന്ദ്രം ലോകത്തിലെ തന്നെ ഏറ്റവും നിഗൂഢമായ സ്ഥലങ്ങളുടെ പട്ടികയിലേക്ക് കയറിപ്പറ്റിയതും ഈ കാരണത്താൽ തന്നെ. സഞ്ചാരികൾക്ക് പ്രവേശനമില്ലാത്ത പ്രദേശം. അമേരിക്കയുടെ അതീവ സുരക്ഷാ എയർഫോഴ്സ് ബേസ് എന്നാണ് അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഏരിയ 51-നുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പുറം ലോകത്തിന് ഇതുവരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിലും അന്യഗ്രഹ ജീവികളെക്കുറിച്ച് ഗവേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിനുള്ളിൽ നടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഏരിയ 51-നെ കുറിച്ചുള്ള കെട്ടുകഥകൾക്ക് ഒരു കാലത്തും പഞ്ഞമില്ല. ഈ നിഗൂഢതയുടെ ചുരുളഴിക്കുക എളുപ്പമല്ല. കാരണം ഇവിടേക്കാർക്കും പ്രവേശനമില്ല. അമേരിക്കയിലെ വടക്ക് പടിഞ്ഞാറൻ ലാസ് വേഗസിൽ നിന്ന് ഏകദേശം 120 മൈൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നെവാഡയിൽ നിന്ന് ഹെക്ടറുകളോളം പരന്നു കിടക്കുന്ന സ്ഥലത്താണ് ഏരിയ 51 പ്രവർത്തിക്കുന്നത്. നെവാഡയിലെ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഹൈവേയിൽ 29-30 മൈൽ മാർക്കുകൾക്കിടയിലാണ് ഏരിയ 51-ലേക്കുള്ള മൺവഴിയുള്ളത്. സമീപത്തെ ഗ്രൂം തടാകത്തിലേക്കോ ചെറു വിമാനത്താവളത്തിലേക്കോ നയിക്കുന്ന വഴിയായാണ് സിവിൽ ഏവിയേഷൻ ഭൂപടത്തിൽ പോലും ഇതിനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ വഴി യഥാർത്ഥത്തിൽ ചെന്നെത്തുന്നത് ഏരിയ 51 എന്ന ഔദ്യോഗിക പേരിൽ അറിയപ്പെടുന്ന അതീവ സുരക്ഷാ കേന്ദ്രത്തിലേക്കാണ്. പാരഡൈസ് റാഞ്ച്, വാട്ടർ ടൗൺ, ഡ്രീംലാൻഡ് റിസോർട്ട്, റെഡ് സ്ക്വയർ, ദി ബോക്സ് ആൻഡ് ദി റാഞ്ച്, നെവാഡ ടെസ്റ്റ് ആൻഡ് ട്രെയിനിംഗ് റേഞ്ച്, ഡിപ്പാർട്ട്മെന്റ് 3, എയർഫോഴ്സ് ഫ്ലൈറ്റ് ടെസ്റ്റ് സെന്റർ തുടങ്ങിയ നിരവധി പേരുകളിലും ഈ സ്ഥലം അറിയപ്പെടുന്നുണ്ട്. ബേസ് പ്രവർത്തിക്കുന്നത് ചെറിയ സ്ഥലത്താണെങ്കിലും ചുറ്റുമുള്ള 36,000 ഹെക്ടർ ചുറ്റളവ് സ്ഥലത്തേക്ക് പോലും ആർക്കും പ്രവേശനമില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിനു മുൻപ് ഇവിടെയുള്ള തടാകത്തിൽ നിന്ന് വെള്ളി, ഈയം തുടങ്ങിയവ ഖനനം ചെയ്തെടുക്കപ്പെട്ടിരുന്നു. യുദ്ധം ആരംഭിച്ചതോടെ സൈന്യം ഈ മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇവിടെ ഗവേഷണം ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ ആണവ ആയുധങ്ങളുടെയും മറ്റ് ആയുധങ്ങളുടെയും പരീക്ഷണമാണ് പ്രധാനമായും നടന്നിരുന്നത്. ശീതയുദ്ധകാലത്ത് ഏരിയ 51 എന്ന രഹസ്യ കേന്ദ്രം രൂപപ്പെട്ടു വരുന്നത്. രഹസ്യാന്വേഷണ വിമാനങ്ങൾക്ക് രൂപം നൽകാനും നിർമ്മിക്കാനും പരീക്ഷിക്കാനുമായി പ്രത്യേക സ്ഥലം വേണമെന്നുള്ള ആലോചന അന്നത്തെ CIA ഡയറക്ടറായ റിച്ചാർഡ് ബിസലാണ് മുന്നോട്ട് വച്ചത്. 1955-ൽ ബിസലും എയർക്രാഫ്റ്റ് ഡിസൈനറായ കെല്ലി ജോൺസണും ചേർന്ന് ഗ്രൂം ലേക്ക് ഉൾപ്പെട്ട പ്രദേശത്തെ ഇതിനായി തിരഞ്ഞെടുത്തു. തുടർന്ന് അറ്റോമിക് എനർജി കമ്മീഷൻ ഈ സ്ഥലത്തെ നെവാഡ ടെസ്റ്റ് സൈറ്റിന്റെ മാപ്പിലേക്ക് ചേർക്കുകയും സ്ഥലത്തിന് ഏരിയ 51 എന്ന പേര് നൽകുകയും ചെയ്തു. 8 മാസത്തിനുള്ളിൽ ഇവിടെ വച്ച് എഞ്ചിനീയർമാർ ആദ്യത്തെ U-2 വിമാനം നിർമ്മിച്ചു. 70,000 അടി ഉയരത്തിൽ പറക്കാൻ കഴിയുന്നവയായിരുന്നു ഇത്തരം വിമാനങ്ങൾ. അന്ന് ലഭ്യമായ എല്ലാ വിമാനങ്ങളെക്കാൾ ഉയരത്തിൽ പറക്കാൻ കഴിയുന്നവയായിരുന്നു U-2. എന്നാൽ 1960-ൽ ഈ വിമാനത്തെയും സോവിയറ്റ് യൂണിയന്റെ ആന്റി എയർ മിസൈൽ വെടിവെച്ച് തകർത്തു. പരാജയം നേരിട്ട പശ്ചാത്തലത്തിൽ അമേരിക്ക U-2നേക്കാളും ആധുനികമായ വിമാനങ്ങളെക്കുറിച്ചുള്ള പഠിക്കാനും നിർമ്മിക്കാനും ആരംഭിച്ചു. തുടർന്ന് ടൈറ്റാനിയം ഉപയോഗിച്ച് നിർമ്മിച്ച A-12 വിമാനങ്ങളായിരുന്നു ഏരിയ 51-ൽ നിന്ന് അടുത്തതായി പുറത്തിറങ്ങിയത്. 90,000 അടി ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ഈ വിമാനങ്ങൾക്ക് തുടർച്ചയായി 70 മിനിറ്റോ 22,200 മൈൽ ദൂരമോ പറക്കാൻ കഴിയും. ഇതിനു പുറമെ വിമാനത്തിൽ നിരവധി ക്യാമറകളും ഘടിപ്പിച്ചിരുന്നു. ഭൂമിയിൽ നിന്ന് ഒരടിയെങ്കിലും ഉയരത്തിൽ നിൽക്കുന്ന വസ്തുക്കളുടെ ചിത്രങ്ങൾ എത്ര ഉയരത്തിൽ നിന്ന് വേണമെങ്കിലും പകർത്താൻ ഇവയ്ക്ക് കഴിഞ്ഞിരുന്നു. പിന്നീടും ഏരിയ 51-ൽ പലവിധ പഠനങ്ങളും പരീക്ഷണങ്ങളും നടന്നു. എന്നാൽ എന്ത് തരം പരീക്ഷണമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ലോകം കൗതുകത്തോടെ ചോദിക്കുന്നത്. 1950-കൾ മുതൽ തന്നെ ഏരിയ 51-നെ കുറിച്ച് നിറം പിടിച്ച പല കഥകളും പ്രചരിച്ചിരുന്നു. അന്യഗ്രഹ പേടകങ്ങളെക്കുറിച്ചും അന്യഗ്രഹ ജീവികളെക്കുറിച്ചുമുള്ളതായിരുന്നു അതിൽ പ്രധാനം. ഏരിയ 51-ൽ ജോലി ചെയ്തിരുന്ന റോബോട്ട് ലാസർ എന്നയാൾ ലാസ് വേഗസിലെ ഒരു ന്യൂസ് സെന്ററിന് നൽകിയ അഭിമുഖമാണ് ആ പ്രദേശത്തിന് ഇത്രത്തോളം നിഗൂഢ പരിവേഷം നൽകിയത് എന്നാണ് പറയപ്പെടുന്നത്. ഏരിയ 51-ൽ അന്യഗ്രഹ പേടകങ്ങളുണ്ടെന്നും അതിൽ ഗവേഷണം നടത്തി സൈന്യത്തിന് വേണ്ടി സമാനമായ സാങ്കേതിക വിദ്യ പുനർനിർമ്മിക്കുകയാണ് തൻ്റെ ജോലി എന്നുമായിരുന്നു റോബോട്ട് ലാസർ അന്ന് അഭിമുഖത്തിൽ പറഞ്ഞത്. ഇതോടെ ഏരിയ 51-ന് മുകളിൽ ആകാശത്ത് രാത്രികാലങ്ങളിൽ വിചിത്രമായ വസ്തുക്കൾ വട്ടമിട്ട് പറക്കുന്നത് കണ്ടിട്ടുണ്ടെന്നും അവ പറക്കും തളികകളാണെന്നും പ്രചാരണങ്ങൾ സമീപവാസികൾക്കിടയിലും അമേരിക്കയിലും പിന്നാലെ ലോകത്തും ശക്തമായി. എന്നാൽ ലാസറിന്റെ അവകാശവാദങ്ങൾക്ക് അല്പായുസേ ഉണ്ടായിരുന്നുള്ളൂ. അഭിമുഖത്തിൽ അവകാശപ്പെട്ട വിദ്യാഭ്യാസ യോഗ്യതകളൊന്നും ലാസറിനുണ്ടായിരുന്നില്ലെന്ന് രേഖകളിൽ നിന്ന് വ്യക്തമായി. മസാച്യൂസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, കാലിഫോർണിയ,
ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ചിട്ടുണ്ടെന്നായിരുന്നു ലാസർ പറഞ്ഞിരുന്നത്. അതിനിടെ ഏരിയ 51-ൽ അന്യഗ്രഹ പേടകങ്ങളെക്കുറിച്ചല്ല, മറ്റു രാജ്യങ്ങളിൽ നിന്നെത്തിച്ച അത്യാധുനിക സാങ്കേതിക വിദ്യ സ്വീകരിച്ച വിമാനങ്ങളെക്കുറിച്ച് പഠിക്കുകയും വികസിപ്പിക്കുകയുമാണ് നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. ഏരിയ 51-ന് മുകളിൽ 3000-ഓളം A-12 വിമാനങ്ങൾ ഉൾപ്പെടെ നിരവധി അത്യാധുനിക വിമാനങ്ങൾ പറക്കുന്നതായി എയർ സ്പേസ് കൺട്രോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൽ ചില പറക്കും വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇവ അന്യഗ്രഹ പേടകങ്ങളാണെന്ന ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നതായിരുന്നു ഈ റിപ്പോർട്ട്. ടൈറ്റാനിയം ഉപയോഗിച്ചാണ് ഈ പറക്കും വസ്തു നിർമ്മിച്ചിരിക്കുന്നത്. തോക്കിന്റെ ബുള്ളറ്റ് സഞ്ചരിക്കുന്നതത്രയും വേഗത്തിലാണ് ഇത് പോകുന്നത്. അവ സൂര്യന്റെ രശ്മികളെ അതിശക്തമായി പ്രതിഫലിപ്പിക്കും. ആകൃതിയിലും മാറ്റമുണ്ട് എന്നാണ് ഏരിയ 51-നെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ മാധ്യമപ്രവർത്തകനായ ആനി ജേക്കബ്സൺ എഴുതി വച്ചിരിക്കുന്നത്. പറക്കും വസ്തുവിനെ നേരിട്ട് കണ്ടുവെന്ന അവകാശവാദം ഉന്നയിച്ചവരുമായി സംസാരിച്ചാണ് ആനി ഏരിയ 51 എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. അതേസമയം ലോകമെമ്പാടും ചർച്ചകൾ പല വിധത്തിൽ പുറത്തു വന്നിട്ടും ഏരിയ 51-നെ കുറിച്ച് അമേരിക്ക ഒരു പ്രതികരണവും ഇതുവരെ നടത്തിയിട്ടില്ല. അമേരിക്ക പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്നുള്ള U-2, A-12 എന്നീ വിമാനങ്ങളുടെ വികസനത്തെക്കുറിച്ചാണ് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. സർക്കാർ ഔദ്യോഗികമായി അംഗീകരിക്കുകയായിരുന്നു. അന്ന് US പ്രസിഡന്റായിരുന്ന ബരാക് ഒബാമ ഇക്കാര്യം പരസ്യമായി സ്ഥിരീകരിച്ചു. അന്യഗ്രഹ ജീവികളെക്കുറിച്ചും പേടകങ്ങളെക്കുറിച്ചും കഥകൾ കേട്ട് കൗതുകം മൂത്ത ആയിരക്കണക്കിന് ലോകസഞ്ചാരികൾ ഇന്നും ഏരിയ 51 തേടിയെത്താറുണ്ട്. പക്ഷേ കിലോമീറ്ററുകൾക്ക് ദൂരെ വെച്ച് തന്നെ ഈ മേഖലയിലേക്കുള്ള പ്രവേശനം തടയും. പൂർണ്ണമായും സൈനിക വലയത്തിലാണ് ഈ പ്രദേശം. ഇവിടെ നിന്നുള്ള ആകാശ ദൃശ്യങ്ങളോ ഫോട്ടോ വീഡിയോ പകർത്താനോ ഒരിക്കലും അനുമതിയും ലഭിക്കില്ല. ഏരിയ 51 ഇപ്പോഴും സജീവമായ ഒരു എയർഫോഴ്സ് ബേസ് ആണ്. എന്നാൽ 1970 മുതൽ ഈ ബേസ് പ്രവർത്തിക്കുന്നത് എന്തിനാണെന്നും അവരുടെ സേവനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അതീവ രഹസ്യമായ വിവരങ്ങളാണ്. ഭൂമിയിൽ നിന്നല്ലാത്ത ജീവികൾക്കായുള്ള ലോകത്തിൻ്റെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. അതിൽ നിർണായക പങ്ക് വഹിക്കുന്നത് ഏരിയ 51 ആണെന്നാണ് ഒരു കൂട്ടം ആളുകൾ ശക്തമായി വിശ്വസിക്കുന്നത്. ഒരു പക്ഷേ ദശാബ്ദങ്ങൾക്കപ്പുറം ഏരിയ 51-ൽ നടക്കുന്ന എന്താണെന്ന് അമേരിക്കയോ നാസയോ വ്യക്തമാക്കിയേക്കാം. അതുവരെ അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള കൗതുക കഥകൾക്കൊപ്പം ഏരിയ 51 നിഗൂഢമായി തന്നെ തുടരുമെന്നാണ് ഉറപ്പ്.